നിന്റെ ഈ ഓണസ്റ്റി കാണുമ്പോ നിന്നോടുള്ള പ്രണയം കൂടി വന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ആ കാരണം നിന്റെ ഓണസ്റ്റി അല്ല, ഈ നികിതയാണ്. നീ ഇഷ്ടപ്പെടുന്നത് ഇവളെയാണ്, നിനക്ക് ഇവളുമായിട്ടാണ് അഫെയർ ഉള്ളത്. പ്രണവ്, ഞാൻ കുട്ടിക്കാലം മുതൽ നിന്റെ കൂടെയുണ്ട്. കുട്ടിക്കാലം മുതൽ നീ എന്നെ സ്നേഹിച്ചിട്ടില്ല. നീ നികിത, ഈ സെക്രട്ടറി. How could you, പ്രണവ്? How could you? നീ കള്ളമാണ്, കള്ളമാണ് ഇതെല്ലാം. ഈ ഫോട്ടോ കള്ളമാണ്. ഈ ഫോട്ടോസ് എല്ലാം ഫേക്ക് ആണ്. ഇതിലൊരു സത്യാവസ്ഥയുമില്ല. സത്യാവസ്ഥയുണ്ട് അച്ഛമ്മേ. സത്യാവസ്ഥ അച്ഛമ്മയുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഞാൻ അതെല്ലാം അച്ഛമ്മയ്ക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. നോക്കുമോളെ, എനിക്ക് നിന്നെ നല്ലോണം അറിയാം. പിന്നെ പ്രണവിനെ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. നിങ്ങൾ രണ്ടുപേരിലും എനിക്ക് പരിപൂർണ വിശ്വാസമാണ്. നീ പേടിക്കണ്ട. നീ സത്യം പറയൂ മോളെ, സത്യം പറ. ഈ ഫോട്ടോയുടെ സത്യാവസ്ഥ എന്താണെന്ന്. അഥവാ ഇത് സത്യമാണെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എല്ലാവരോടും പറ മോളെ. സത്യം പറയൂ മോളെ, എല്ലാവരോടും പറയൂ. സത്യം പറ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ഫോട്ടോസ് എന്റെയും പ്രണവിന്റെയും ആണ്. അത് ഇന്ന് ഇവിടെ വരുന്നതിന് മുൻപ് പ്രണവ് എന്നെ എല്ലാവരും കേട്ടല്ലോ. ഇവള് സ്വയം തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് സത്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ആർക്കും ഇത് കള്ളമാണെന്ന് പറയാൻ പറ്റില്ല. ഈ സത്യാവസ്ഥ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇവർ രണ്ടുപേരുടെയും അഫെയറിന്റെ സത്യാവസ്ഥ. ഒരു സെക്രട്ടറിക്ക് തന്റെ ബോസിന്റെ ഫ്രണ്ടിനോടുള്ള അഫെയർ, പിന്നെ ഒരു ഫ്രണ്ടിന് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സെക്രട്ടറിയുമായിട്ടുള്ള അഫെയർ. You know what? ഒരു കണക്കിന് നോക്കിയ തെറ്റല്ല. ഇവര് രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആർക്ക് വേണമെങ്കിലും റിലേഷനിലാകാം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇവര് ചെയ്ത ഒരു കാര്യം തീരെ ശരിയായില്ല. ഇവര് രണ്ടുപേരും എന്റെ ഏട്ടനെ ചതിച്ചു. ഏട്ടനോട് ഈ കാര്യം മറച്ചു വെച്ചു. ഇതിലൊക്കെ ഏട്ടന്റെ ഭാഗത്ത് എന്താ തെറ്റ്? പറയൂ പ്രണവ്. നിന്നെ സ്വന്തം സഹോദരനെ പോലെയല്ലേ കണ്ടത്? പിന്നെ ഈ സെക്രട്ടറി സ്വന്തം സുഹൃത്തിനെ പോലെയല്ലേ കണ്ടത്? പിന്നെ ഏട്ടനോട് എന്തിനാ ഒളിക്കുന്നത്? ഏട്ടനിപ്പോ എന്തുമാത്രം ഹേർട്ട് ആയിട്ടുണ്ടാവും അറിയൂ. പിന്നെ നികിത, നീ നിന്റെ സ്ഥാനവും ചിന്തിച്ചില്ല, പ്രണവിന്റെ സ്റ്റാറ്റസും നോക്കിയില്ല. നിന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നീ നിന്റെ അഫെയർ അങ്ങ് തുടങ്ങി. ഒരു തവണ പോലും നീ എന്റെ ഏട്ടനെ കുറിച്ച് ആലോചിച്ചില്ല. നിനക്ക് ജോബ് തന്ന ഏട്ടനെ കുറിച്ച്. നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാവരെയും പോലെ നിന്നെയും ഈ ഫാമിലിയിലെ ഒരു മെമ്പർ ആക്കി. ഇത്രയൊക്കെ സ്നേഹം നിനക്ക് തന്നിട്ടും നീ പ്രണവുമായിട്ട് ഒരു അഫെയർ ഉണ്ടാക്കി. ആലിയ പറയുന്നത് ശരിയാ. അബിയുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ അബിയെ ചതിച്ചു. ഇതെനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. ആരെന്ത് ചിന്തിക്കുമെന്ന് പോലും ഇവർ ഓർത്തില്ല. ഫോട്ടോയിൽ എത്ര അടുത്ത് നിൽക്കുമെങ്കിലും റിയാലിറ്റിയിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നുണ്ടാവാ. ഞാനും അബിയും പോലും ഇത്രയ്ക്ക് അടുത്തിട്ടില്ല. ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോവാ. എന്നിട്ടും You know what? This is a personal choice. ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും തീരുമാനമെടുക്കാം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഈ കാര്യം എന്താ ഇവർ ഏട്ടനോട് മറച്ചു വെച്ചെന്നാ. നികിത ഈ കാര്യം ഏട്ടനോട് മറച്ചു വെച്ചു. അദ്ദേഹം അവളെ ഉറ്റ സുഹൃത്തായിട്ടാ കാണുന്നത്. പക്ഷെ പ്രണവ് സ്വന്തം സഹോദരനെ പോലെ തന്നെയല്ലേ? എനിക്ക് തോന്നുന്നത് ഇവൾ അബിയെ സുഹൃത്തായിട്ട് കാണുന്നില്ലെന്ന്. സുഹൃത്ത് വന്ന് സൂക്ഷിക്കുന്നത് ഇവളുടെ കാര്യം നടക്കാനും അല്ലെങ്കിൽ വെറുതെ കാണിക്കാൻ വേണ്ടി മാത്ര. അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ തനു അത് ഇവര് ചെയ്തത് വളരെ തെറ്റായിപ്പോയി. എനിക്ക് തോന്നുന്നത് രണ്ടുപേരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പരസ്പരം ഇഷ്ടപ്പെടുന്നതും. And I think that's what you call compatibility, right? ഒരു തവണ പോലും ഇവരെ ഏട്ടനെ കുറിച്ച് ചിന്തിച്ചില്ല. പിന്നെ ഞാൻ എന്തിനാ ഇവരെ കുറിച്ച് ചിന്തിക്കുന്നത്? ഇപ്പത്തെ ഏട്ടന്റെ അവസ്ഥ എന്താണെന്ന് നോക്കി. ഏട്ടൻ എന്ത് വിഷമം വന്നു കാണും.
He must be feeling so hurt. ഏട്ടന്റെ സെക്രട്ടറി, അത്രയ്ക്കും ക്ലോസ് ആയി കണ്ട സെക്രട്ടറി, പിന്നെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട്, രണ്ടുപേരും ഈ കാര്യം മറച്ചു വെച്ചു. നികിതയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ഫാമിലി മെമ്പർ പോലെ ആക്കി. എന്നിട്ട് ഇവര് രണ്ടുപേരും സുഹൃത്ത് ബന്ധത്തിന് ഇങ്ങനെയാണോ വില കൽപ്പിച്ചത്? തന്നു ഫ്രണ്ട്ഷിപ്പ് ഇതാണെങ്കിൽ എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പിനോട് തന്നെ വെറുപ്പ് തോന്നുക. നീ എന്താ ഒന്നും പറയാത്തത്? നീ മിണ്ടാതിരിക്കും തോറും എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും മോളെ. നീ സത്യം പറ മോളെ, പറ, ഇതൊക്കെ കള്ളമാണെന്ന് പറയും മോളെ. നീയും പ്രണവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന്, നീയും അവനും തമ്മിൽ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. ആ പറയുന്നേ, സത്യാവസ്ഥ പറയൂ മോളെ, പറയൂ എന്റെ മോളെ, സത്യാവസ്ഥ പറയൂ. കണ്ടോ ഏട്ടാ, ഇവർക്കാണ് ഏട്ടൻ ഏറ്റവും അധികം ബഹുമാനം നൽകിയത്. ഇവർക്കാണ് ഒരുപാട് സ്നേഹവും നൽകിയത്. എന്നിട്ട് അവര് രണ്ടുപേരും ഏട്ടനോട് എന്താ കാണിച്ചെന്ന് കണ്ടില്ലേ? ഏട്ടൻ ഏട്ടന്റെ സെക്രട്ടറിയെ സ്വന്തം സുഹൃത്തായി കണ്ടു. പിന്നെ ഒരു സുഹൃത്തിനെ ഏട്ടൻ സ്വന്തം സഹോദരനെ പോലെ കണ്ടു. എന്നിട്ട് അവര് രണ്ടുപേരും ചേർന്ന് ഏട്ടനെ പറ്റിച്ചത്. കുറച്ചു നേരം മുമ്പല്ലേ ഏട്ടൻ തനുവിനോട് പറഞ്ഞത് ഇവര് രണ്ടുപേരും ഏട്ടന് സ്വന്തം ഫാമിലി പോലെയാണെന്ന്? ഏട്ടൻ ഒരുപാട് ഇവരെ വിശ്വസിക്കുന്നുണ്ടെന്ന്. ഏട്ടന്റെ വിശ്വാസത്തെ ഇവരെങ്ങനെയാണ് മുതലെടുത്തതെന്ന് അത് ഏട്ടന്റെ കൺമുന്നിൽ തന്നെ ഇവര് തെളിയിച്ചു തന്നു. ഇന്നിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഇവരുടെ സത്യാവസ്ഥ പുറത്തു വന്നു കഴിഞ്ഞു. ഏട്ടൻ പോലും അറിയാതെ ഇവരുടെ അഫയർ പുറകിൽ നടക്കുകയായിരുന്നു. ഇവരെന്തൊക്കെയാ ചെയ്തിട്ടുള്ളതെന്ന് ആർക്കറിയാം? ഏട്ടന്റെ കൺമുന്നിൽ എല്ലാ സത്യവും പുറത്തു വന്ന സ്ഥിതിക്ക് ഏട്ടൻ എന്താ ഒന്നും പറയാത്ത? ആലിയ, മുമ്പ് ഞാൻ നികിതയെ വിശ്വസിക്കാതെ പല തെറ്റുകളും ചെയ്തു. ഇവൾ തെറ്റുകാരിയാണെന്ന് ചിന്തിച്ചു. പക്ഷെ തെറ്റുകാരനായത് ഞാനും. അന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു നികിത ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന്. പക്ഷെ ഞാനത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഇന്ന് നികിത എന്താണോ പറയുന്നത് അതെനിക്ക് വിശ്വസിച്ചേ പറ്റൂ. നികിത, സത്യം എന്താന്ന് പറ. എന്ത് സത്യമായേട്ടാ? ഏത് സത്യത്തിന്റെ കാര്യമായിട്ടാ ഈ പറയുന്നേ? എല്ലാവരുടെ മുന്നിൽ സത്യം വന്നു കഴിഞ്ഞു. ഇവര് രണ്ടുപേരുടെയും അഫയറിന്റെ സത്യം. ഏട്ടാ, ഏട്ടനോട് ഒളിച്ചാണ് ഇവരിതൊക്കെ ചെയ്തു വെച്ചത്. എന്നിട്ടും ഇവള് പറയുന്നതാണോ ഏട്ടൻ വിശ്വസിക്കാൻ പോകുന്നത്? ഏട്ട കണ്ടതല്ലേ എങ്ങനെയാ പരസ്പരം കെട്ടിപ്പിടിച്ചതെന്ന്? നമ്മള് കെട്ടിപ്പിടിക്കുന്നത് മാത്രമാ കണ്ടത്. ഓ ഗോഡ്, ഇനി വേറെ. ഇപ്പൊ ഏട്ടൻ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ചോദിക്കാനുള്ളത് ഏട്ടാ? ഏട്ടൻ ചോദിച്ചേ പറ്റൂ. ഇന്ന് ഇവരുടെ സത്യം പുറത്തു വന്ന സ്ഥിതിക്ക് ഈശ്വരനറിയാം ഇനി എന്തൊക്കെ സത്യം പുറത്തു വരുമെന്ന് ഏട്ടാ. നിക്കു, സത്യം എന്താന്ന് പറയാൻ. സാറിന് എന്താ തോന്നുന്നത്? സാറെ കണ്ടതൊക്കെ സത്യമാണെന്നാണോ? ഇല്ല, എനിക്കത് സത്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ കാര്യം എനിക്ക് നിന്റെ നാവ് കൊണ്ട് തന്നെ കേൾക്കണം. ഇതൊക്കെ കള്ളമാണെന്ന് നിനക്കെന്താ ഒന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും. പിന്നെ ഇതേപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ തന്നെ മറുപടി പറഞ്ഞോളാം അവരോട്. നീ പേടിക്കാതെ സത്യം എന്താന്ന് പറ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് നിന്റെ നാവിൽ നിന്ന് തന്നെ അറിഞ്ഞേ പറ്റൂ. സത്യം എന്താണെന്ന് വെച്ചാ ഈ പിക്ചേഴ്സ് ഒന്ന് മോർഫ് ചെയ്തതല്ല. പക്ഷെ അതിവരിവിടെ കാണിച്ചിരിക്കുന്ന രീതി തെറ്റാണ്. ഈ ഫോട്ടോ കണ്ടാൽ ഒരാൾക്ക് എന്നോട് വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അത് ഇല്ലാതായി തീരുകയുള്ളൂ.
ആരാ വിശ്വസിക്കാത്തത്? കണ്ണില് നോക്കി കള്ളം പറയുന്നു. നിന്നെ ഇപ്പൊ കയ്യോടെ പിടിച്ചു കഴിഞ്ഞു. വെറുതെ ഡ്രാമ കളിച്ച് നീ നല്ലവളാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണോ? ആലിയ, അവള് പറയട്ടെ. ഇല്ല ഏട്ടാ, ഏട്ടൻ അറിയില്ല. എനിക്കിവിടെ നന്നായിട്ട് അറിയാം ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ പോവാണെന്ന്. കുറച്ച് കരഞ്ഞു പറ്റിക്കുമായിരിക്കും, കുറച്ച് ഇമോഷണൽ കഥകൾ പറയുമായിരിക്കും. എല്ലാവരോടും ആലിയ, നീ മിണ്ടാതിരിക്കെ. അവള് പറയട്ടെ. ഇല്ല ഏട്ടാ, ഞാൻ ഇവളെ പറയാൻ അനുവദിക്കില്ല. ഇവളുടെ നാടകം എല്ലാവരുടെയും മുന്നിൽ വന്നു കഴിഞ്ഞു. ഇവളുടെ സത്യാവസ്ഥയും എല്ലാവരുടെയും മുന്നിൽ എത്തിക്കഴിഞ്ഞു. ആലിയ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറഞ്ഞു അവള് പറയട്ടെ എന്ന്. നിന്റെ കളികൾ അവസാനിച്ചു. ഇനി നിനക്കൊരിക്കലും ആരെയും പറ്റിക്കാൻ കഴിയില്ല. ആലിയ, മിണ്ടാതിരിക്കെ. കള്ളിയാണിവള്, എല്ലാവരെയും ചതിക്കുന്നവളാ. ആലിയ, നികിത പറയട്ടെ എന്ന്. ഇപ്പോഴും സമയമുണ്ട്. നിന്റെ സത്യാവസ്ഥ എല്ലാവരോടും പറയൂ. നീ തന്നെയാണ് എല്ലാ തെറ്റും Shut up, ചെയ്തത്. ആലിയ. ഇനി നീ എന്തെങ്കിലും മിണ്ടിയാൽ ഇനി നീ കാണാൻ പോകുന്നത് എന്റെ വേറൊരു മുഖമായിരിക്കും. പറയൂ നികിത, ഇനി ആരും ഇടയിൽ കയറി സംസാരിക്കില്ല. എല്ലാം തീർന്നു. ഇവള് സംസാരിച്ച ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനാവും. ഞാൻ എവിടെയാ വന്ന് പെട്ടത്? ഇനി ഇവരുടെ വഴക്കിനിടയിൽ ഞാൻ പെട്ടുപോകും. ഞാൻ പറയുന്ന സത്യമാണ്. ഈ പിക്ചേഴ്സ് ഒക്കെ എന്റേത് തന്നെ. പക്ഷെ ഇവര് പറയുന്നതൊന്നും സത്യമല്ല. ഇവര് പറയുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാ. ഞാനും പ്രണവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. പ്രണവും ഞാനും. പറയൂ പ്രണവ്, എന്താ സത്യം? ഈ ഫോട്ടോഗ്രാഫ്സിന് പിന്നിലുള്ള സത്യം എന്താണെന്ന് പറഞ്ഞേ പറ്റൂ. യു ഹാവ് ടു സ്പീക്ക്. നിനക്ക് സത്യം കേൾക്കാനാണല്ലേ ആഗ്രഹം? എങ്കിൽ ഞാൻ പറയാം. പക്ഷെ അത് കേൾക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? കാര്യത്തെ വളച്ചൊടിക്കേണ്ട പ്രണവ്. സത്യം എന്താന്ന് വെച്ചാൽ എല്ലാവരോടും പറയും. നിന്റെ സത്യാവസ്ഥ എല്ലാവരുടെയും മുന്നിൽ വന്നു കഴിഞ്ഞു. സത്യം എല്ലാവരോടും പറയും. നീയും നികിതയും തമ്മിൽ അഫയർ ഉണ്ടോ അതോ ഇല്ലയോ എന്ന് പറയേ. ഇത് സത്യമാണോ അല്ലേ? കാരണം നിന്നെ ഇപ്പൊ കൈയോടെ പിടിച്ചു കഴിഞ്ഞു. സത്യം മുന്നിൽ വന്ന സ്ഥിതിക്ക് നീ എന്നോടെന്തിനാ ചോദിക്കുന്നേ? പക്ഷെ നിനക്ക് സത്യം അറിയണമായിരുന്നെങ്കിൽ നീ ആദ്യം എന്നോടൊന്ന് ചോദിക്കണമായിരുന്നു. അല്ലാതെ നിന്റെ ഏട്ടൻ്റെ ഈ ഫംഗ്ഷനിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു നാടകം കളിക്കണ്ടായിരുന്നു. നീ എപ്പോൾ ശരിക്കും സത്യം അറിയാനല്ല ആഗ്രഹിച്ചേ. എന്നാലും ഞാൻ പറയാം, എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെ പറയാം. ഇനിയിപ്പോ പ്രണവ് എന്നെ സഹോദരിയായി കാണുന്നു പറയാതിരുന്നാ മതിയായിരുന്നു. പ്രണവ് പ്ലീസ്, നീ ഇപ്പൊ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും പറയും. അഭിമാനത്തിൻ്റെ ഒരു അംശം പോലും ഇവർക്കില്ല. പിന്നെ ഞാൻ എന്തിനും മിണ്ടാതിരിക്കണം? ഇവരെന്തായാലും ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇനി എന്തായാലും ബാക്കി ഞാൻ പറയാം. എന്തായാലും എൻ്റെ മാനം പോയി. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അതൊന്നും തിരിച്ചിട്ടില്ലല്ലോ. നിനക്ക് സത്യമല്ലേ കേൾക്കണ്ടേ? അതെ. അപ്പോൾ ഞാൻ എന്തായാലും സത്യം പറഞ്ഞിട്ട് അടങ്ങി. എന്താ നിനക്ക് അറിയണ്ടേ? ഞാനും ഇവരും തമ്മിലുള്ള ബന്ധമാണോ? അതെ, ഞങ്ങൾക്കറിയണം നീയും നികിതയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന്. സുഹൃത്ത് ബന്ധം, സ്വന്തമാണെന്നുള്ള കരുതൽ, മനുഷ്യത്വം, വിശ്വാസത്തിന്റെ ബന്ധം. പിന്നെ പ്രണയത്തിന്റെ ബന്ധം. പ്രണയബന്ധം ഉണ്ടോ അതോ ഇല്ലയോ? ഒരാളെ കെയർ ചെയ്യുന്നത്, അയാളെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത്, അയാളുടെ ശത്രുക്കളെയൊക്കെ അകറ്റി നിർത്തുന്നത്, അത് പ്രണയമാണെങ്കിൽ അതെ, ഞാനിവരെ പ്രണയിക്കുന്നു. ഒരാൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ കൂടെ നിൽക്കുന്നത് പ്രണയമാണെങ്കിൽ
എങ്കിലതെ പ്രണയബന്ധമുണ്ട്. ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സന്തോഷം മാറ്റിവെക്കുന്നത് പ്രണയമാണെങ്കിൽ അതെ, എനിക്ക് പ്രണയമാണ്. ഒരാൾക്ക് നൽകിയ വാക്ക് ഏത് രീതിയിലും പൂർത്തിയാക്കുന്നത് പ്രണയമാണെങ്കിൽ അതെ, ഞാൻ പ്രണയിക്കുന്നുണ്ട്. മമ്മ ഇവിടുന്ന് പൊയ്ക്കോളൂ. തനു തനു എന്തു പറ്റി മോളെ? മമ്മ എന്നെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇവിടെ ഉണ്ട്. മമ്മ പൊയ്ക്കോളൂ. പ്രണവ് ഇത് എന്ത് കളിയാ കളിക്കുന്നത്? ഇതെന്റെ പ്ലാനിലേ ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഗെയിം എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. ഇത് കളഞ്ഞിട്ട് പോകാനും വയ്യ. ഇവിടെങ്ങാനും ഒളിച്ചു നിന്ന് കാണാം. നിന്റെ ദേഷ്യം ന്യായമാണ് അബി. സുഹൃത്തായിട്ട് കൂടി ഞാൻ നിന്നോട് ചതിയാ കാണിച്ചേ. ഞാൻ നിന്നോടെല്ലാം പറയേണ്ടതായിരുന്നു. എന്നിട്ടിപ്പോൾ അറിഞ്ഞപ്പോൾ ഇത്രയും വലിയ പ്രശ്നമുണ്ടായി. എനിക്കറിയാം ഞാൻ മാപ്പ് അർഹിക്കുന്നില്ലെന്ന്. പക്ഷെ പറ്റുമെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് വെറും ഒരു സോറി പറഞ്ഞാൽ തീരോടാ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്നിട്ട് ഇത്രയും വലിയൊരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചു. നീ എന്താ വിചാരിച്ചത്? ആ, നിങ്ങളുടെ ഈ ബന്ധത്തെക്കുറിച്ച് ഞാൻ അറിയുവാണെങ്കിൽ ഞാൻ ഇതിന് തടസ്സം നിൽക്കുമെന്ന് നീ കരുതിയോ? ഒരു തവണയെങ്കിലും ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നീ ചിന്തിച്ചായിരുന്നോ? അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു പ്രണവ്. നീ ചെയ്തത് ഇപ്പോഴും തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? തെറ്റാണ്, സമ്മതിച്ചു. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രണവ്, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ വെറും കള്ളല്ലേ പ്രണവ്? എന്തിനാ സത്യമാണെന്ന് വെറുതെ പറയുന്നത്? നമുക്കിടയിൽ ഒരു ഇനി ബന്ധമില്ല. ഒളിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. സത്യം പുറത്തു വന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി കള്ളം പറയാൻ പാടില്ല. ഞാൻ നിന്നോടെല്ലാം പറയേണ്ടതായിരുന്നു. ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഞാൻ നല്ലൊരു സമയത്തിന് വേണ്ടിയാ. നീ നല്ലൊരു സമയം നോക്കിയിരിക്കുമായിരുന്നല്ലേ? പക്ഷെ നീ ഒരുപാട് വൈകിപ്പോയി. നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? നികിതയെ ഞാനും എൻ്റെ ഓഫീസിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടുമുട്ടിയേ. അതിനുശേഷം ഞാൻ അവളെ ലവ് ലൈഫ് ഓഫീസിൽ വെച്ച് കണ്ടു. ഞാൻ അവളെ കാണുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലെന്തോ അവൾക്കെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്തു. പിന്നെ അവളെ മീറ്റ് ചെയ്യാനുള്ള റീസൺസ് തേടി ഞാൻ. പിന്നെ നീ വഴി അവളുമായിട്ട് കൂടുതലെടുത്തു. ഞങ്ങളുടെ ഇടയിൽ മീറ്റും ചെയ്തു. പിന്നെ പതിയെ പതിയെ എങ്ങനെയോ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായി. പ്രണവ്, ഇതൊക്കെ എന്താ? നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? നീ എന്തുകൊണ്ട് സത്യം പറയാത്തത്? ഇത് കള്ളമാണെന്ന് പറ. അബി, എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇക്കാര്യം മറച്ചു വെച്ചെന്ന്. പക്ഷെ എനിക്ക് ശരിയായിട്ട് തോന്നിയത് ഞാൻ ചെയ്തു. ചിലപ്പോൾ പ്രണയമല്ലാതെ മറ്റൊന്നും എനിക്ക് ശരിയായിട്ട് തോന്നിക്കാണില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഇത് നിന്നോട് പറയുമായിരുന്നു. എന്തെങ്കിലും പറയുമെന്നതിന്റെ അർത്ഥം എന്താ? നീ എന്തായാലും ഇത് ചെയ്തത് ശരിയായില്ല പ്രണവ്.
നിന്റെ മുഖം പോലും കാണാൻ താല്പര്യമില്ല. ഇതെന്താ എനിക്ക് സംഭവിക്കുന്നത്? ഫ്രണ്ട്സ് പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. പക്ഷെ രണ്ടുപേരും എന്നോട് ഇത്രയും വലിയ കാര്യം മറച്ചു വെച്ചു. പിന്നെ നിക്കു, അവൾ എന്നെ ഒരു സുഹൃത്തായി കാണുന്നുണ്ടോ? ഇനി അവളെ ഞാൻ ആ രീതിയിലല്ലേ കണ്ടത്?